ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 2025-26 സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വച്ചു. ജനക്ഷേമ പദ്ധതികളുമായി കേരള സംസ്ഥാന ബജറ്റ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ വികസന വളർച്ചയുടെ കാലമായിരുന്നുവെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് ബജറ്റിൽ 1000 കോടി രൂപ വകയിരുത്തി. ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, ഹരിത കർമ്മസേന എന്നിവർക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തി. ആശ, അങ്കണവാടി വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ വേതനം വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്ക് അശ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും. ഇന്നലെ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി മുതിർന്ന നേതാവുമായ അജിത് പവാറിന് വിട. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് കേരളം ഇന്ന് മേഘാലയെ നേരിടും. വാർത്തകൾ വിശദമായി. 2025-26 സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയുടെ മേശപ്പുറത്ത് വച്ചു. ചോദ്യോത്തര വേളയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചത്. ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. രാജ്യത്തെ ഒരു ധനമന്ത്രി തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത് ബജറ്റ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സെൻട്രൽ വിസ്തയുടെ ഭാഗമായ കർത്തവ്യഭവനിൽ തയ്യാറാക്കുന്ന ആദ്യ ബജറ്റാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. ജനകീയ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളുമായി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കേരളത്തിന്റെ ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വികസന വളർച്ചയുടെ കാലമായിരുന്നുവെന്ന് ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ ധനമന്ത്രി ഇക്കാലയളവിൽ തനത് നികുതി വരുമാനത്തിൽ 1,27,747 കോടി രൂപ അധിക വരുമാനമായി സമാഹരിച്ചുവെന്ന് വ്യക്തമാക്കി. നികുതി ഇതര വരുമാനത്തിലും വർധന ഉണ്ടായി. ഇതിലൂടെ സാമ്പത്തിക ക്ലേശം മറികടക്കാൻ ശ്രമിച്ചതായും ശ്രീ കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ക്ഷേമ പെൻഷനുകൾക്ക് 14,500 കോടിയും സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3,820 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് 454.81 കോടി രൂപ മാറ്റിവച്ചു. നികുതിദായകർക്ക് പുരസ്കാരം നൽകാനായി 5 കോടി രൂപയും ബജറ്റിൽ മാറ്റിവച്ചു. അങ്കണവാടി വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ, ആശാ പ്രവർത്തകർ, സാക്ഷരതാ പ്രേരക്മാർ എന്നിവരുടെ വേതനം പ്രതിമാസം 1000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി ഹെൽപ്പർമാർക്ക് പ്രതിമാസ വേതനം 500 രൂപയും സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പ്രതിദിനം 25 രൂപയും വർദ്ധിപ്പിച്ചു. അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തും. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. മുൻ ജനപ്രതിനിധികൾക്കായി ക്ഷേമനിധി രൂപീകരിക്കും. ശമ്പളവും പെൻഷനും നൽകാനായി KSRTCക്ക് പ്രതിമാസം 125 കോടിയോളം രൂപ നൽകുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1128.71 കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 851.46 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയതായി ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കുള്ള സൌജന്യ യൂണിഫോം വിതരണത്തിനായി 150 കോടി രൂപയും BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് 7.9 കോടി രൂപയും വകയിരുത്തി. സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് 23 കോടി രൂപയും കൈറ്റ് പദ്ധതിക്ക് 38.5 കോടി രൂപയും നീക്കിവെക്കും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി രൂപ വകയിരുത്തി. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 27.81 കോടി രൂപ നീക്കിവച്ചതായി ധനമന്ത്രി അറിയിച്ചു. ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസിൽ കേരളം ഒന്നാമതെത്തിയതായി ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞു. IT കമ്പനികളുടെ എണ്ണം 650-ൽ നിന്നും 1160 വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പുനർഗേഹം പദ്ധതിയിൽ 3408 കുടുംബങ്ങൾക്ക് സർക്കാർ വീടുകൾ നൽകി എന്നും ലൈഫ് ഭവന പദ്ധതിയിൽ 4.81 കോടി വീടുകൾ ഇതുവരെ പൂർത്തിയാക്കിയെന്നും അടുത്ത മാസത്തോടെ ഇത് 5,25,000-ലേക്ക് എത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വയനാട് ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിലെ ആദ്യഘട്ട വീടുകൾ അടുത്ത മാസം 3-ാം വാരത്തോടെ കൈമാറുമെന്നും ധനമന്ത്രി പറഞ്ഞു. കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നാം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും ദുരന്തബാധിതർക്കും പ്രതിമാസ ധനസഹായം, ചികിത്സാ സഹായവും നൽകിയും മാതൃകാപരമായ ഒരു ടൌൺഷിപ്പ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിരുന്നു. സർ, ആ വാക്ക് പാലിക്കുകയാണ്. ഫെബ്രുവരി 3-ാം വാരത്തോടെ ആദ്യ ബാച്ച് വീടുകൾ അർഹരായവർക്ക് കൈമാറുകയാണ്.
12ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DA കുടിശ്ശികയുടെ ഒരു ഗഡു ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പം വിതരണം ചെയ്യും. അവശേഷിക്കുന്ന കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം കൊടുത്തു തീർക്കും. ജീവനക്കാരുടെ ഭവന അഡ്വാൻസ് പദ്ധതി പുനഃസ്ഥാപിക്കും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അശ്വേഡ് പെൻഷൻ നടപ്പാക്കും. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പെൻഷനായി ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവ് പുറത്തിറക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, ഹരിതകർമ്മസേന 1 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയതായി ബജറ്റിൽ പ്രഖ്യാപനം. അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇതുകൂടാതെ കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. വേഗ റെയിൽ പദ്ധതി 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കും. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചു. MC റോഡ് വികസനത്തിന് കിഫ്ബി വഴി 5317 കോടി രൂപയും അനുവദിച്ചു. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് കിഫ്ബി മുഖേന 1000 കോടി രൂപ നൽകും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന കേന്ദ്രത്തിന് 20 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. തോപ്പിൽ ഭാസി, KT മുഹമ്മദ്, PJ ആന്റണി എന്നിവരെ ആദരിക്കാൻ സ്ഥിരം നാടക തിയേറ്ററുകൾ സ്ഥാപിക്കും. ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനത്തിനായി 16 കോടി രൂപ അനുവദിച്ചു. വനിതാ സംവിധായകർക്ക് ഫീച്ചർ സിനിമ ഒരുക്കാൻ 7 കോടിയും അനുവദിച്ചു. MG വാസുദേവൻ നായർ സാംസ്കാരിക കേന്ദ്രത്തിന് 1.5 കോടി രൂപയും നൽകും. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന ബജറ്റിലെ മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ ഇനി പറയുന്നു. എല്ലാ ജനങ്ങൾക്കും നേറ്റിവിറ്റി കാർഡ് ഏർപ്പെടുത്തും. ഇതിനായി 20 കോടി രൂപ വകയിരുത്തി. വിനോദസഞ്ചാര മേഖലയ്ക്ക് 413.52 കോടി രൂപ. കേരള സംഗീത നാടക അക്കാദമിക്ക് 15 കോടി. മ്യൂസിയം വകുപ്പിന് 36.2 കോടി രൂപ വകയിരുത്തി. വിനോദസഞ്ചാര മേഖലയ്ക്ക് 413.52 കോടി. ധർമ്മടം ടൂറിസം വികസനത്തിനായി 2 കോടി രൂപ. ശബരിമല മാസ്റ്റർ പ്ലാൻ 30 കോടി. സ്വകാര്യ വ്യവസായ പാർക്ക് 20 കോടി. കൈത്തറി മേഖലയ്ക്ക് 59 കോടി രൂപയും കശുവണ്ടി വ്യവസായ മേഖലയ്ക്ക് 56 കോടി രൂപയും നീക്കിവയ്ക്കും. 1.82 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.4 ലക്ഷം കോടി രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇഫക്റ്റീവ് മൂലധന ചെലവ് 30,961.48 കോടി രൂപ. റവന്യൂ കമ്മി 34,587 കോടി രൂപ. ധനകമ്മി 55,420 കോടി. റവന്യൂ വരുമാനത്തിൽ 45,889.49 കോടി രൂപയുടെ വർധനവും പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP മുതിർന്ന നേതാവുമായ അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ രാവിലെ പൂനെയിലെ ബാരാമതിയിൽ നടന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾ തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് കേരളം ഇന്ന് മേഘാലയെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് ബിയിൽ 7 പോയിന്റുമായി കേരളമാണ് മുന്നിൽ. ഗുരു രവിദാസ് ജയന്തിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പഞ്ചാബിലെ ഝലന്ധർ സന്ദർശിക്കും. രാവിലെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ദേര സച്ഖണ്ഡ് ബെലനിൽ എത്തിച്ചേരുമെന്ന് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബട്ടു അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2025-26 സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വെച്ചു. ജനക്ഷേമ പദ്ധതികളുമായി കേരള സംസ്ഥാന ബജറ്റ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ വികസന വളർച്ചയുടെ കാലമായിരുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് ബജറ്റിൽ 1000 കോടി രൂപ വകയിരുത്തി. ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, ഹരിത കർമ്മസേന എന്നിവർക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തി. ആശ, അങ്കണവാടി വർക്കർമാർ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ വേതനം വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്ക് അശ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും. ഇന്നലെ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP മുതിർന്ന നേതാവുമായ അജിത് പവാറിന് വിട. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് കേരളം ഇന്ന് മേഘാലയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.